ഹായ് ഫ്രണ്ട്സ്, ഗീത ഗോവിന്ദത്തിൻ്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് പൊളിയാണ് കേട്ടോ. അങ്ങനെ കിഷോർ ഗോവിന്ദിനോട് പറയുന്നുണ്ട്, സാർ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇവിടേക്ക് എന്നെ മാഡം വിളിച്ചു വരുത്തിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ ഏത് മാഡം എന്ന് ചോദിക്കാം കേട്ടോ. നമ്മുടെ ഗോവിന്ദ് ഗീതാഞ്ജലി മാഡം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൈ ചൂണ്ടി കൊടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്നത് മറ്റാരും ആയിരിക്കില്ല കേട്ടോ, അവർണികയാണ് കേട്ടോ. അവർണികയല്ല ആള്, പിന്നെ പറയണ്ടല്ലോ കിഷോറിൻ്റെ കാര്യം. നല്ലോണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചെന്ന് കരുതിയോ? നീ എങ്ങനെയാടാ ഇത്ര വലിയ ചതിയനായത്? നിനക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, നീ ഗീതുവിന് ഒരുക്കി വെച്ച വലയല്ലടാ ഇത്, ഞങ്ങൾ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ച് കെണിയ എന്ന് പറയാം കേട്ടോ ഗോവിന്ദ്. ഈ ട്രാപ്പിൽ എന്നെ പെടുത്തിയിട്ട് നിങ്ങൾ ആരും രക്ഷപ്പെടില്ല എന്ന് കിഷോർ പറയുമ്പോൾ, നിന്നെ ചതിച്ചത് നീ തന്നെയാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച 2 പെൺകുട്ടികളുടെ ശാപം നിന്നെ വിട്ട് ഒരിക്കലും പിരിയില്ല എന്ന് പറയാണ് കേട്ടോ. നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പരസ്യമായിട്ടുള്ള വിധിയാണ്. അവിടെ നീ എന്നോട് മാപ്പ് പറയണ്ട. ഗീതാഞ്ജലിയുടെ ജീവിതം കളങ്കപ്പെടുത്താൻ ശ്രമിച്ച നീ പരസ്യമായി തന്നെ മാപ്പ് പറയണമെന്ന് പറയാൻ കേട്ടോ നമ്മുടെ അവർണിക. ഇനി നിനക്കുള്ള ശിക്ഷ ഞങ്ങൾ വിധിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കിഷോർ തോക്കെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളെ 2ൻ്റെയും ജീവൻ ഞാൻ ഇല്ലാതാക്കും, നിങ്ങൾ 2 മാത്രം പോരാ, അവളെ കൂടി എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് എവിടെ അവൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദിനോട്. ഇതേ സമയം പുറത്ത് നിൽക്കുന്ന സുവർണയും വരുണും കൂടി കിഷോറിനെയും ഗീതുവിനെയും കാണുന്നില്ലല്ലോ, എന്തോ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ കിഷോർ ഗീതുവിനെ ഉപദ്രവിക്കാൻ സമ്മതിക്കരുത്, അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമെന്ന് സുവർണ ചോദിക്കുമ്പോൾ നമുക്ക് ചവിട്ടി പൊളിച്ച് തുറക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വരുണുണ്ടല്ലോ ഇടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സമയം തലയും കുത്തി താഴെ വീഴാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാ വാതിലൊക്കെ തുറന്നിട്ടെ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ ഗീതാഞ്ജലി കരഞ്ഞു ഓടി വരികയാണ് കേട്ടോ. രക്ഷിക്ക് വരുണേട്ടാ, അല്ലെങ്കിൽ കിഷോർ എന്നെ നശിപ്പിക്കും, എൻ്റെ മാനം അവൻ ഇല്ലാതാക്കും, എന്നെ രക്ഷിക്ക് വരുണേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയം എല്ലാം അറിഞ്ഞിട്ടാടി ഞങ്ങൾ ഈ വരുന്നത്, നീ അങ്ങനെ വലിയ പുണ്യാളത്തി ആവാൻ ശ്രമിക്കണ്ട, നീ 2 പേരും കൂടി ഇങ്ങോട്ടേക്ക് വരാനുണ്ട്, അമ്മയും ഗോവിന്ദേട്ടനും, അതോടെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് പറയാൻ കേട്ടോ വരുണ്. ഈ ട്രിഗർ ഒന്ന് വലിച്ചാൽ നിങ്ങൾ 2 പേരുടെയും ജീവൻ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഗീതാഞ്ജലിയെ വിളിക്ക്, അവൾ വന്നില്ലെങ്കിൽ ഞാൻ ഇവളുടെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർണികയുടെ നേരെ തോക്ക് ചൂണ്ടാണ് കേട്ടോ. ആ സമയം അവർണിക തോക്ക് മുകളിലേക്ക് പിടിച്ചിട്ട്, ഗോവിന്ദ് സാർ രക്ഷപ്പെട്ട്, ഇത് ഞാനായിക്കോളാം, ഇവരെ സ്നേഹിച്ചു പോയ കുറ്റത്തിന് ഞാൻ മരണം ഏറ്റു വാങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അറിയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയം തന്നെ ഗോവിന്ദും പിടികൂടാണ്. എന്നിട്ട് വീണ്ടും കിഷോർ ഇങ്ങനെ പറയാണ്, ഭർത്താവിൻ്റെ അവിഹിതം കണ്ടുപിടിച്ച ഭാര്യ ഭർത്താവിനെയും കാമുകിയെയും കൊന്നു, എന്നിട്ട് ഗീതാഞ്ജലി എന്ത് ചെയ്യുന്നറിയോ? അവൾ ആത്മഹത്യ ചെയ്യും, അങ്ങനെ 3 പേരും കൂടി ഇവിടെ കിടന്നു മരിക്കും, അതായിരിക്കും വാർത്ത എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഇവരുടെ മേലെ തോക്ക് ചൂണ്ടാണ് കേട്ടോ. അപ്പോൾ അവർണികയ്ക്കും ഗോവിന്ദിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ സമയത്ത് അങ്ങോട്ടേക്ക് ആര് വരിക? നമ്മുടെ അജാസെ. ഇവരിടിക്കുന്ന സമയം തന്നെ ആ തോക്ക് കിഷോറിൻ്റെ കയ്യിൽ നിന്ന് വീഴും കേട്ടോ. അത് അവർണിക എടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഡാഡിയുടെ കയ്യിലുള്ള തോക്കല്ലേ, ആദ്യം പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, എന്താ അവർണിക നീ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കണേ. ഇവൻ ഇങ്ങനെ ദുഷ്ടത്തരം കാണിക്കുമ്പോൾ ഞാൻ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലത്തെ ബുള്ളറ്റൊക്കെ ഞാൻ മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുന്ന നേരത്ത് ഗോവിന്ദ് പറയാണ്, ഉണ്ടയില്ലാത്ത തോക്ക് വെച്ചിട്ടാണോടാ വെടിവെക്കാൻ വരുന്നതെന്ന് ചോദിച്ചിട്ട് അടിക്കുകയാണ് കേട്ടോ. പിന്നെ അജാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ, ഇത് ഞങ്ങളെ ഉണ്ടയില്ലാത്ത തോക്ക് വെച്ച് പേടിപ്പിച്ചതിന് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങളെ വെച്ചിട്ട് അവിഹിത കഥ നിനക്ക് ഉണ്ടാക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് 4-5 കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നെ കൊല്ലരുത് പ്ലീസ്, എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മുഖമെങ്കിലും ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ അവിടെ നിന്നിട്ട് അവർണിക കരയാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ വരുണാണെങ്കിൽ ഗീതുവിനോട് ചോദിക്കുന്നുണ്ട്, എടി കിഷോർ എവിടെടി എന്ന് ചോദിക്കും. സ്റ്റെപ്പിൽ നിന്ന് ഉരുണ്ട് വരികയാണ് കേട്ടോ നമ്മുടെ കിഷോർ, കൂടെ അവർണികയുണ്ട്. അപ്പോൾ വരുൺ അവർണികയോട് പറയുന്നുണ്ട്, കിഷോറിനെ വിളിച്ചു വരുത്തിയത് നിന്റെ കൂട്ടുകാരി ഈ ഗീതുവാണ്, എങ്കിലും എങ്ങനെ നീ ഇവനെ ഇങ്ങനെ ഒറ്റയ്ക്ക് അടിച്ചിട്ടു എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഞാനല്ലല്ലോ അടിച്ചത് എന്ന് പറഞ്ഞിട്ട് അവർണിക ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദൊക്കെ ഇറങ്ങി വരികയാണ് കേട്ടോ. ഏട്ടൻ ഞാൻ ഒരുപാട് പ്രാവശ്യം കോൾ ചെയ്തല്ലോ, ഏട്ടൻ എന്തായാലും അവർണികയും കൊണ്ട് കറക്റ്റ് സമയത്താണ് എത്തിയത്, അതോടെ ഇവരുടെ അവിഹിതം പൊക്കാൻ പറ്റിയല്ലോ എന്നൊക്കെ പറയാം കേട്ടോ. ഇത് പറയുമ്പോൾ അസലായിട്ടൊന്ന് കിട്ടുന്നുണ്ട് വരുണിന്. എന്നിട്ട് ഗീതു പറയുന്നുണ്ട്, വരുണേട്ടാ നിങ്ങൾ എനിക്കെതിരെ ഉണ്ടാക്കിയ ഗൂഢാലോചന ആദ്യം അറിഞ്ഞത് കണ്ണേട്ടനാണ്, നിങ്ങളുടെ കളി ഇവിടെ വെച്ചിട്ട് തന്നെ പൊളിക്കുക എന്ന് പറയുന്നതും ഗോവിന്ദേട്ടനാണ്. ഇവിടുത്തെ 1-ാം പ്രതി എവിടെ? രാധികാമ എന്നൊക്കെ ചോദിക്കുമ്പോൾ രാധിക ആ സമയം കാറിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും വരുണിനെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് തന്നെ കേട്ടോ.
പിന്നെ ഗോവിന്ദിന് രാധികാമ്മ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചാലും അത് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണല്ലോ നമ്മുടെ ഗോവിന്ദ്. അങ്ങനെ തന്നെ കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.